ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദുവിനെ കണ്ട് സംസാരിക്കുകയാണ് ജലജയും വക്കീലും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എത്ര വലിയ വക്കീൽ വന്നാലും ശരി, അബിയെ ജാമ്യം അനുവദിച്ച് കൊടുക്കുന്നതല്ല അബിക്ക് എന്നുള്ള കാര്യം നന്ദു തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും നടക്കാതായപ്പോൾ ജലജ അബി ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അബിയെ കാണാനായിട്ട് ജലജയെ സമ്മതിക്കുകയാണ് നന്ദു. അതിനുശേഷം ജലജ അബിയെ ചെന്ന് കാണുന്നുണ്ട്. ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അബിയോട് ജലജ പറയുന്നുണ്ട്, നിനക്ക് ജാമ്യം കിട്ടാത്ത പോലത്തെ കാര്യങ്ങളൊക്കെയാണ് നന്ദു ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് FIR ഇട്ടിരിക്കുന്നത് ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസിലാണ് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിൽ അത് കേട്ട് ഞെട്ടുന്നുണ്ട്. എന്നെ എന്താണ് ആരും കൂടെ നിൽക്കാത്ത, വീട്ടിലൊന്ന് പറഞ്ഞുകൂടെ അമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ആര് നിൻ്റെ കൂടെ നിൽക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നിൻ്റെ വക്കാലത്ത് പറയാൻ ഇപ്പോൾ ആകെ കൂടെ നിൽക്കുന്നത് നവ്യാണ് എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അവളെ മുറുക്കെ പിടിച്ചോണം, ഇനി അവൾ വഴി ആ കുടുംബത്തിനെ നശിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അബി ജലജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയനെ ദേവയാനി കോൾ ചെയ്യുന്നതാണ്. എന്താണ് മോളെ, ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. കനകയോടും സംസാരിക്കുന്നുണ്ട്. നയനയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, കണ്ടോ അമ്മ, ഞാനിപ്പോൾ ഇവിടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തായിട്ട് പോലും അമ്മയ്ക്ക് എന്നെ എന്തൊരു കെയറിങ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജാനകിയും അജയനും തമ്മിൽ സംസാരിക്കുന്നതാണ്. ജാനകിയാണെങ്കിൽ ഭയങ്കര ആലോചനയിലായിരിക്കും. അപ്പോൾ അജയൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ മരുമകളെ തന്നെയാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്കിനി അവളെ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല, അനാമികയെക്കുറിച്ചൊക്കെ ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അവൾ ചെയ്ത തെറ്റുകളൊക്കെ എനിക്കിനി ഒന്നും അവളെ പൊറുക്കാനോ ഒന്നിനും സാധിക്കില്ല, എനിക്ക് അവളെ കാണുന്ന പോലെ ഇപ്പോൾ വെറുപ്പാണ് എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിനെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റിവിടുന്നുണ്ട് കേട്ടോ ജാനകി. എന്ന് വെച്ച് നന്ദുവിന് ഇവിടെ കയറ്റാമെന്നോ അനിയുമായിട്ട് വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുമെന്നോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അനാമിക ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നയനയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നയന എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതിൻ്റെ ഒരു നീരസം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ട്, നന്ദുവിനെ ഒരിക്കലും നയനമോള് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകിയും ദേവയാനിയും തമ്മിലുള്ള സംസാരമാണ്. ജാനകിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ശരിക്കും ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഒന്ന് ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, ആണല്ലോ, ആണെന്ന് എല്ലാവരും പറയുന്നത് എന്നിങ്ങനെ പറയുകയാണേ. ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടായിരിക്കും ജാനകി ദേവയാനിയോട് സംസാരിക്കുന്നത്. ജാനകിയോട് പക്ഷേ ദേവയാനി സത്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, നിന്നോട് സത്യം പറയണം എനിക്കുന്നുണ്ട്, പക്ഷെ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നീ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ സ്വഭാവം മാറും, അതുകൊണ്ട് ഞാൻ പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദർശ് കുറ്റം ചെയ്തത് കൊണ്ടല്ലേ അതിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നത്, എങ്കിൽ പിന്നെ ഇത്രയൊക്കെ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ആദർശ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ജാനകി ചോദിക്കുന്നത്. അല്ല, ജാനകി പറയുന്നതിൽ ന്യായമില്ലേ? ശേഷം കാണിക്കുന്നത് ജാനകിയും ജലജയും സംസാരിക്കുന്നതാണ്. ജലജ പറയുന്നുണ്ട് ജാനകിയോട്, അനാമിക അത്ര കുഴപ്പക്കാരിയൊന്നല്ല എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ, നീ ഇനി അതേപ്പറ്റി മിണ്ടരുത്, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവർ തമ്മിൽ കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ജലജ നൈസായിട്ടൊന്ന് ജാനകിയെ തൻ്റെ വശത്തേക്കാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നവ്യയും ജലജയും തമ്മിലുള്ള സംസാരമാണ്. ജലജ പറയുന്നുണ്ട്, ജാനകിക്ക് നല്ല മാറ്റമുണ്ട്, ഇപ്പോൾ അബിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീട്ടിലെ ആദർശിനെ പോലെ തെറ്റ് ചെയ്ത് ആരുമില്ല, അബി അത്ര പോലും തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ആവർത്തിച്ച് നവ്യ പറയുന്നത്. ആദർശാണ് കൂടുതൽ തെറ്റ് ചെയ്തത്, അബി അത്ര ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ നവ്യ പിന്നെ പറയുന്നുണ്ട്, ഇനി നന്ദുവും നയനയും എൻ്റെ ആരുമല്ല എന്ന് ജലജയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, സത്യങ്ങളാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കാം, നമുക്ക് എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ വരുമോ എന്ന് നമുക്ക് നോക്കാം.